ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ബോ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് സാറ്റൻ റിബൺ എടുക്കുക. കുറച്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇതളിന് വേണ്ടിയിട്ട്. ആദ്യമേ നമ്മൾ എത്ര പീസ് വേണോ അത്രയും കട്ട് ചെയ്ത് ഇനി ഒരു ബൈൻഡ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു ഫ്ലവർ, വലിയ ഫ്ലവറിൻ്റെ ആവശ്യമില്ലല്ലോ, ചെറിയൊരു ഫ്ലവർ ചെയ്യാനായിട്ടാണ്. ഇത് പ്ലാസ്റ്റിക് ബോ ആണ്. നമ്മൾ അത് എടുത്ത് ശേഖരിച്ച് വെച്ചാൽ നമുക്കത് വേസ്റ്റ് ആക്കാതെ കുട്ടികൾക്ക് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ബോ നമ്മൾ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനൊരു പെറ്റൽ, അതായത് ഒരു ഇതളിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരു ഇതൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. സാറ്റൻ റിബൺ യൂസ് ചെയ്ത് എപ്പോഴായാലും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഓരോ നൂലുകൾ വിട്ടുപോകാതിരിക്കുക. ഇനി ഒരു ഇതൾ പെറ്റൽ റെഡിയാക്കുന്നത് ഞാൻ ഇത്ര നീളം എടുത്തോളൂ, വേണമെങ്കിൽ നീളം കൂട്ടുകയും ചെയ്യാം. പക്ഷേ അത് കട്ട് ചെയ്ത് ഒരു എൻഡ് ഒന്ന് വളച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് ഒരു ലൈറ്റർ യൂസ് ചെയ്ത് ചെറുതായിട്ട് ഫ്ലെയിം വെച്ചാൽ മാത്രം മതി, പെട്ടെന്ന് അത് ഉരുകി ചേർന്നോളൂ. അത് ഫ്ലെയിം നമ്മുടെ കയ്യിൽ അതിൻ്റെ ചൂട് തട്ടാത്തവേ നോക്കിയാൽ ഒന്ന് ചെറിയ പ്രസ് ചെയ്യുമ്പോൾ പ്രസ്സായിട്ടിരുന്നോളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഇതളിൻ്റെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എത്ര വേണം, ഒരു 7 എണ്ണം ആണെങ്കിൽ 7 ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇത് കാണിക്കുന്നത് പോലെ ഒരു ലൈറ്റർ യൂസ് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് ചൂട് പിടിക്കുമ്പോൾ പുറത്തോട്ട് നിൽക്കുന്ന നൂലുകൾ അങ്ങ് പെട്ടെന്ന് ടൈറ്റ് ആയിക്കൊള്ളും. ഇനി ഒരു കട്ട് ചെയ്ത ഒരു പീസ് എടുത്ത് ഒന്നിൻ്റെ മുകളിൽ വെച്ച് അത് ലൈറ്റർ വെച്ചത് ചൂട് പിടിപ്പിച്ച് ടൈറ്റ് ആക്കുമ്പോഴത്തേക്ക് അത് ഫെവി ബോണ്ടൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. ഇത്ര ഇതളുകൾ ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഒരു ബോയ്ക്ക് വേണ്ടിയിട്ടാണ്, ചെറിയൊരു ഫ്ലവർ വേണ്ടിയിട്ടാണ്. ഇതിന് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് അതിൻ്റെ ചുറ്റുമൊന്ന് ഒട്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഒരെണ്ണം ഇത് റൗണ്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് പോലെ ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ വീണ്ടും ചെറുതായിട്ടൊരു ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒരു സൈഡും ഒട്ടണം. അതുപോലെ തന്നെ തൊട്ട് താഴെയും 2 സൈഡും ഒട്ടിച്ചെടുക്കത്തക്ക വിധത്തിൽ ടൈറ്റായി വന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ചെയ്ത് ഇത് 2-3 ലെയർ ആക്കാൻ പറ്റും. ഞാനിത് 2 ലെയർ ആക്കി കഴിഞ്ഞു. ഇനി ഒരു ബോ നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമ്മൾ ആദ്യമേ ചെറുതായിട്ടൊന്ന് ഉരുക്കുമ്പോഴത്തേക്ക് നല്ല ടൈറ്റ് ആയി കഴിഞ്ഞ് അവിടെ ഫിറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഇനി ചുറ്റുന്നോന്ന് വെച്ചാൽ ഒരു ചരിച്ച് വെച്ച് വേണം ഇതുപോലെ. അത് എത്ര ടൈറ്റിന് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റിനാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ ബോയിൽ നിന്നും പെട്ടെന്ന് ഇത് ഇളകി പോവാത്ത വിധം. അല്ലാതെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യുക, എൻഡിലും യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചുറ്റുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ പകുതിയിൽ വേണം അടുത്ത റിബണും ചുറ്റി വരിഞ്ഞ് മുറുക്കി ചുറ്റി അങ്ങ് വെച്ചാൽ മതി. അതായിട്ട് മാത്രം ചെയ്യാം. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ബീഡ്സുകൾ വെച്ചും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഫ്ലവർ ഓൾറെഡി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കവറുകളിൽ പല കളർ. ഇത് പിങ്ക് ആയതുകൊണ്ട് പിങ്ക് വാങ്ങിച്ചതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഫെവി ബോണ്ട് വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതും നമുക്ക് ഇതുപോലെ തന്നെ ഈ സാറ്റൻ റിബൺ കൊണ്ട് അതിൻ്റെ അടിഭാഗം 2ആയിട്ട് കട്ട് ചെയ്ത് സാറ്റൻ റിബൺ കട്ട് ചെയ്ത് അത് ഒട്ടിച്ച് ഒരു കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ അടിയിലും. അതിനുശേഷമാണ് ഫെവി ബോണ്ട് വെച്ച് ഞാൻ ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഒരു സൈഡിലോട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചുറ്റും ഫ്ലവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു 3 ഫ്ലവർ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് വെക്കാം. നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു മോഡൽ ഇത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മോളാണ്. തലവെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്കത് വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ.